നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സുപ്രധാനപരമായ ഒരു വിഷയത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. BJP ശബരിമല വിഷയം തങ്ങളുടേതാണെന്ന്, ശബരിമലയിൽ എല്ലാവിധ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് തങ്ങളാണെന്നും അവിടെയുള്ള പോലീസുകാരുടെ അടികൾ ഏറ്റുവാങ്ങിയത് തങ്ങളാണെന്നും എല്ലാം അയ്യപ്പന് വേണ്ടിയാണെന്നും പറഞ്ഞ് വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി മുന്നേറിയ BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് വോട്ടർമാർ. കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പിനെ പോലും BJPക്ക് കൃത്യമായ പദ്ധതിയോടുകൂടി നേരിടാൻ പറ്റുന്നില്ല എന്ന വലിയ ഒരു ചോദ്യങ്ങളെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ തന്ത്രങ്ങളുടെ 7 അയലത്ത് പോലും സംസ്ഥാന നേതൃത്വം വരുന്നില്ല എന്ന ഒരു വലിയ സത്യവും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഫലം കാണിച്ചു തന്നിട്ടുള്ളത്. എന്തിനു പറയണം, ചെറിയ രാഷ്ട്രീയ പാർട്ടിയായ SDPI പോലും 2 സീറ്റുകൾ നേടിയപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഒന്നും ചെയ്യാനാവാത്തത് ഖേദം തന്നെയല്ലേ. പക്ഷേ അതൊന്നുമല്ല വിഷയം. ശബരിമലയിലേക്ക് കേന്ദ്രമന്ത്രിമാരെയും സിനിമാ നടന്മാരെയും പ്രമുഖ BJP നേതൃത്വത്തിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ വലിയ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ശബരിമല വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടേക്ക് അവസാനിച്ചു എന്ന് വേണം പറയാൻ. വിഷയം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരിടുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾ തന്നെയായിരിക്കാം BJP. ചെറിയ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും BJPക്ക് തിരിച്ചടി നൽകുന്നതെന്ന് ആലോചിക്കാൻ പറ്റുന്നത് മാത്രമാണ്. ഒരു കാര്യം വ്യക്തമാണ്, സുരേന്ദ്രൻ കേസ് നീട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും. മഞ്ചേശ്വരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് എക്കാലത്തെയും വലിയ ഒരു തോൽവി ലഭിക്കുമോ എന്ന ഒരു ചോദ്യവും ഇവിടെ ബാക്കിയാക്കി നിൽക്കുന്നു. അതിന് വലിയ ഉത്തരങ്ങളാണ് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ. കൃത്യമായി പറഞ്ഞാൽ BJPക്ക് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശബരിമല മാത്രം മതിയാകില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അവർ കൊണ്ടുവരിക തന്നെ വേണം. CPIMനോ ഇടതുപക്ഷത്തിന് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഇലക്ഷൻ നൽകിയില്ല എന്നുള്ളത് വലിയ ഒരു ശരി തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശന വിധിക്ക് കരുത്തു പകരുന്നത് സർക്കാരാണെന്ന് പറഞ്ഞ്, ഇടതുപക്ഷമാണെന്ന് പറഞ്ഞ് നടക്കുന്ന BJPക്ക് ഇതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി ഇനി എന്താണുള്ളത്? CPMന് ഒരു സീറ്റ് പോയതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും CPMന് ഉണ്ടായിട്ടില്ല. പക്ഷേ BJPക്കാണെങ്കിലോ എക്കാലത്തെയും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ശബരിമലയിൽ ഉറക്കവും ഊടുമില്ലാതെ കിടന്നുറങ്ങുന്ന നേതാക്കന്മാരും പോലീസുകാരുടെ കഴുത്തിന് പിടി ഏറ്റുകൊണ്ട് ഇനി എന്തെങ്കിലും ഒന്ന് നേടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് നൽകിയതെന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് BJPക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നത് വാസ്തവപരമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.